ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അവൻ ഗന്നസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോൻ ഉള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്തു മീൻകൂട്ടം ആകപ്പെട്ട് വല കീറാറായി. അവൻ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുമാറാകുവോളം നിറച്ചു. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ളവർക്ക് എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശീമോൻ്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബദി മക്കൾക്കും ഔവണ്ണം തന്നെ. യേശു ശീമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു. പിന്നെ അവൻ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. യേശുവിൻ്റെ ഗലീലയിലുള്ള ശുശ്രൂഷയെക്കുറിച്ചാണ് ലൂക്കോസ് 5-ാം അധ്യായത്തിൽ എഴുതുന്നത്. ഗന്നസരത്ത് തടാകത്തിൻ്റെ കരയിൽ യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ ഒരു വലിയ പുരുഷാരം വന്നു. അവർ തിക്കിത്തിരക്കുകയാണ്. ആ തടാകത്തിൻ്റെ അരികിൽ 2 പടകുകളുണ്ടായിരുന്നു. ആ പടകുകളിലൊന്നിൽ യേശു കയറി. ശീമോൻ്റെ പടകിലാണ് താൻ കയറിയത്. ആ പടക് കരയിൽ നിന്നും അല്പം നീക്കണം എന്ന് ശീമോനോട് അപേക്ഷിച്ചു. വലിയ പുരുഷാരം തൻ്റെ ഉപദേശം കേൾക്കാൻ വന്നിരിക്കുന്നു. താൻ പറയുന്ന കാര്യം വന്ന എല്ലാവരും കേൾക്കണം, അവർക്കത് മനസ്സിലാകണം. അതുകൊണ്ടാണ് യേശു ഒരു പടകിൽ കയറി നിന്നത്. തടാകത്തിൻ്റെ കരയിൽ വളരെയധികം ആളുകൾ നിൽക്കുന്നു. ഒരു പടകിൽ കയറി പടക് തടാകത്തിൻ്റെ അരികിൽ നിന്നൊരു അല്പം മാറ്റി നിർത്തിയാൽ എല്ലാവരെയും തനിക്ക് കാണാം. എല്ലാവരിൽ നിന്നും ഒരു അല്പം ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് ആളുകൾക്ക് തന്നെ കാണാം, താൻ പറയുന്നത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം. ഇതിലെന്താണ് ഇത്ര വലിയ ആത്മീയ അർത്ഥം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഇതിൽ വലിയ ആത്മീയ അർത്ഥമൊന്നുമില്ല. പക്ഷേ വളരെ പ്രായോഗികമായ ഒരു കാര്യം ഞാൻ ഈ ഭാഗത്തു നിന്നും പറയാൻ ആഗ്രഹിക്കുന്നു. നാം പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാകണം. യേശു തൻ്റെ പഠിപ്പിക്കലുകളിലെല്ലാം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. താൻ സംസാരിച്ചപ്പോൾ ആരും ഉറങ്ങിയില്ല. തൻ്റെ ഉപദേശം കേട്ട് ആളുകൾക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. അവനെ കല്ലെറിയണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവനെ താഴിട്ട് കൊല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവന് ഭൂതമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആർക്കും യേശുവിൻ്റെ ഉപദേശം കേട്ട് ബോറടിച്ചിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം താൻ പറഞ്ഞ വാക്കുകൾ, താൻ പറഞ്ഞ ആശയങ്ങൾ എല്ലാം ആളുകൾക്ക് മനസ്സിലാകുന്നതായിരുന്നു. അത് മാത്രമല്ല, താൻ മറ്റുള്ളവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകണം എന്ന കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയും ഉള്ളയാളായിരുന്നു. ഇന്ന് ദൈവവചനം പ്രസംഗിക്കുന്ന ആളുകൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. നാം പറയുന്ന കാര്യങ്ങൾ കേൾവിക്കാർക്ക് മനസ്സിലാകുന്നുണ്ടോ? നാം പറയുന്ന വാക്കുകൾ കേൾവിക്കാർക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ നാം ഈ പ്രസംഗിച്ചതുകൊണ്ടോ സംസാരിച്ചതുകൊണ്ടോ ഒരു പ്രയോജനവുമില്ല. ആ നിലയിൽ നാം ചെയ്യുന്ന ശുശ്രൂഷകൾ, പ്രത്യേകിച്ച് പ്രസംഗിക്കുന്ന ആളുകൾ കേൾവിക്കാർക്ക് അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതിനവർ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം, യേശു ഒരാളുടെ പടകിൽ കയറിയിട്ട് ആ ആളോട് പടക് ഒരല്പം നീക്കണം എന്ന് അപേക്ഷിച്ചു എന്നാണ് വായിക്കുന്നത്. ഇംഗ്ലീഷുകാർ പൊതുവെ അവരുടെ മക്കളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്ലീസ് എന്ന വാക്ക് നിങ്ങൾ ഉപയോഗിക്കണം. അതാണ് നമ്മൾ സാധാരണയായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട വാക്ക് എന്ന് അവരോട് പറഞ്ഞു കൊടുക്കും. ദയവായി എന്നാണ് അതിൻ്റെ അർത്ഥം. വിനയത്തോടെ ഒരാളോട് ഒരു കാര്യം അപേക്ഷിക്കുക, മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരായി കാണുക, അതാണ് അതിൻ്റെ കാര്യം. ഇംഗ്ലീഷ് ഭാഷയിൽ അങ്ങനെ ചെയ്യണമെന്ന് സാധാരണ പറയാറുണ്ട്. നമ്മുടെ കർത്താവ് സൃഷ്ടാവായ ദൈവമാണ്, തനിക്ക് അധികാരമുണ്ട്.
കഴിഞ്ഞ അധ്യായത്തിൽ നാം കണ്ടു ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ട്, രോഗത്തിൻ്റെ മേൽ അധികാരമുണ്ട്. ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കാൻ പോകുന്നത് കടലിലുള്ള മത്സ്യത്തിൻ്റെ മേലും തനിക്ക് അധികാരമുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള കർത്താവ് തൻ്റെ ഒരു ആവശ്യത്തിനു വേണ്ടി ശീമോനോട് അപേക്ഷിക്കുകയാണ്. നമ്മുടെ ഗുരു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ ചെയ്തെങ്കിൽ അത് നമുക്കും ഒരു മാതൃകയായിരിക്കണം. നാം വലിയ അധികാരമുള്ളവരായി, നാം വലിയ ആളുകളാണെന്ന് ഉള്ള ഭാവത്തിൽ മറ്റുള്ളവരോട് പെരുമാറരുത്. മറ്റുള്ളവരോട് വിനയത്തോടെ പെരുമാറണം. നമ്മൾ ആരിൽ നിന്നെങ്കിലും ഒരു സഹായം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവരോട് അപേക്ഷിക്കണം. അങ്ങനെ അവർ ചെയ്താൽ അവർക്ക് നന്ദി പറയണം. അതൊരു സാമാന്യ മര്യാദയാണ്. അതില്ലാതെ ആത്മീയനാണ്, വലിയ പ്രസംഗകനാണ്, ശുശ്രൂഷക്കാരനാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ സാമാന്യ മര്യാദയാണ്. നമ്മുടെ കർത്താവ് അത് പാലിച്ചെങ്കിൽ അത് പാലിക്കുന്നത് കൊണ്ട് ഒരു കുറവും അവൻ്റെ ശിഷ്യന്മാർക്കുണ്ടാകുകയില്ല. യേശു പടകിൽ ഇരുന്നു കൊണ്ട് ആ പുരുഷാരത്തോട് സംസാരിച്ചു. ലൂക്കോസ് താൻ പുരുഷാരത്തെ പഠിപ്പിച്ചത് എന്താണെന്ന് ഒരക്ഷരം പോലും എഴുതിയില്ല. മത്തായി സുവിശേഷം വായിച്ചാൽ പുരുഷാരത്തോട് അല്ലെങ്കിൽ ശിഷ്യന്മാരോട് പഠിപ്പിച്ച അനേക കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഗന്നസരത്ത് തടാകത്തിൻ്റെ കരയിൽ വെച്ച് പുരുഷാരത്തെ ഉപദേശിച്ചത് എന്താണ്, എന്തിനെക്കുറിച്ചാണ്, ലൂക്കോസിന് അതൊരു വിഷയമേ ആയിരുന്നില്ല. ഒരക്ഷരം പോലും അതിനെക്കുറിച്ച് എഴുതിയിട്ടില്ല. അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ ഉപദേശം എന്തായിരുന്നു അത് നമുക്ക് പറഞ്ഞു തരിക എന്നതല്ല ലൂക്കോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റെന്തോ ആണ് ലൂക്കോസ് തിയോഫിലോസിനോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഉപദേശ വിഷയം ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. കർത്താവ് ഉപദേശിച്ച് കഴിഞ്ഞ ശേഷം ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. നാം വായിച്ചത് പടക് കരയിൽ വന്നു, മീൻപിടുത്തമൊക്കെ കഴിഞ്ഞു. ഇനി മീൻ പിടിക്കാൻ അവർക്ക് ഉദ്ദേശമില്ല. പടകിൽ ഇരുന്ന് വല കഴുകുകയും അത് മടക്കി വയ്ക്കുകയും ഒക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് ശീമോൻ ശ്രദ്ധിച്ചു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധ്യതയില്ല. കാരണം കർത്താവിന് തൻ്റെ പടക് വേണം, പടക് നീക്കിയിട്ട് കൊടുത്തു. ഒരുപക്ഷെ താൻ അവിടെ ഇരുന്നുകൊണ്ട് തൻ്റെ വല നന്നാക്കുകയോ കഴുകുകയോ ചെയ്യുകയായിരുന്നിരിക്കും. കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ കഴിഞ്ഞപ്പോൾ ശീമോനോട് പറയുകയാണ്, ആ കഴുകി മടക്കി വെച്ചിരിക്കുന്ന വല, നാളത്തേന് വെച്ചിരിക്കുന്ന വല, അതെടുത്ത് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ. മീൻപിടുത്തത്തെ സംബന്ധിച്ച് യാതൊരു കാര്യവും അറിയാൻ സാധ്യതയുള്ള ഒരാളല്ല നസറേത്തുകാരനായ ഈ തച്ചൻ. അത് പത്രോസിനറിയാം. പക്ഷേ ഒരു ഗുരുവായിട്ട് ആളുകൾ കണക്കാക്കുന്നു. എൻ്റെ പടകിൽ വന്നിരുന്ന ആളുകളോട് ഉപദേശങ്ങളൊക്കെ പറയുന്നു, നല്ല കാര്യം. അദ്ദേഹം എന്നോട് മീൻ പിടിക്കാൻ പോകേണ്ടത് എങ്ങനെയാണ്, എവിടെയാണ് വല വീശേണ്ടത് എന്ന് പറഞ്ഞാൽ അതിലൊരല്പം ഔചിത്യക്കുറവില്ലേ? പത്രോസിനത് തോന്നിക്കാണും. പത്രോസ് അത് വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. അവൻ പറഞ്ഞു, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി മുഴുവൻ ഞങ്ങൾ മീൻ പിടിക്കാൻ പോയതാണ്, ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്. മീൻ കിട്ടാനൊരു സാധ്യതയില്ല. പകൽ മീൻ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ രാത്രി ആരെങ്കിലും മീൻ പിടിക്കാൻ പോവോ? രാത്രി മീൻ കിട്ടാൻ സാധ്യതയുള്ള സമയം മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ ഇനി മീൻപിടുത്തത്തിന് സാധ്യതയില്ല. അതുകൊണ്ട് ഞങ്ങൾ വലയൊക്കെ മടക്കി വെച്ചിട്ട് പോവുകയാണ്. ആ സമയത്ത് മീൻ പിടിക്കണോ? യേശു ഈ കാര്യം പറഞ്ഞത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചാണല്ലോ. അപ്പോൾ ഒരു സീൻ ഉണ്ടാക്കണ്ട, ഏതായാലും പറഞ്ഞതല്ലേ, ഞാൻ വലയിറക്കാം എന്നാണ് പത്രോസ് യേശുവിനോട് പറഞ്ഞത്. ഈ ഗുരു ഒരുപക്ഷെ അദ്ദേഹത്തിന് ഞാൻ മീൻ പിടിക്കുന്നത് എങ്ങനെയാണ്, വല വീശുന്നത് എങ്ങനെയാണ് എന്ന് കാണാൻ വേണ്ടിയായിരിക്കും വല വീശാൻ പറഞ്ഞത് എന്നായിരിക്കും ഒരുപക്ഷെ പത്രോസ് ചിന്തിച്ചത്. അതുകൊണ്ട് താൻ വല ഇറക്കിയപ്പോൾ തന്നെ സഹായിക്കാൻ കൂടെ ആരും ഇല്ലായിരുന്നു. താൻ തന്നെയാണ് വല വീശിയത്. ഞാൻ വല വീശിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാനല്ലേ ഞാൻ വല വീശിയേക്കാം. പക്ഷേ വല വീശിയിട്ട് അത് തിരിച്ചു വലിച്ചപ്പോഴാണ് പത്രോസിന് കാര്യം മനസ്സിലായത്. കാരണം പെരുത്ത മീൻകൂട്ടം ആ വലയിലകപ്പെട്ടു. വല കീറിപ്പോകുമെന്ന് തോന്നി. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. ഇവിടെ ഒരൊറ്റ വീശിന് വല കീറിപ്പോകത്തക്കവണ്ണം മീൻ അതിനുള്ളിൽ വന്നിരിക്കുകയാണ്. അവർ ഉടൻ തന്നെ മറ്റ് പടയിലുള്ള കൂട്ടാളികളെ വിളിച്ചു, വന്ന് സഹായിക്കുക, എനിക്ക് തന്നെ ഇത് ചെയ്തുകൂടാ. വല വെള്ളത്തിൽ വീശിയിട്ട് അത് തിരിച്ച് വലിച്ചെടുക്കാൻ ഒരാൾ ധാരാളം മതി. പക്ഷേ ഈ വല നിറച്ച് മീനായി കഴിഞ്ഞപ്പോൾ ഒരാൾ പോരാ, പലരും കൂടിയാലേ വല വലിക്കാൻ സാധിക്കൂ. താൻ ആളുകളെ വിളിച്ചു. അവർ വന്ന് വല വലിച്ച് കയറ്റി മീൻ പിടിച്ച് പടകിലോ കരയിലോ ഇട്ടതിന് ശേഷം പത്രോസിന് ഒരു കാര്യം മനസ്സിലായി. ശീമോൻ പത്രോസ് ഇതൊക്കെ കണ്ടിട്ട് 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് യേശുവിൻ്റെ
കാൽക്കൽ വീണു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യേശു അവിടെ പഠിപ്പിച്ചത് എന്താണെന്ന് ലൂക്കോസ് എഴുതിയിട്ടില്ല. വലിയ പുരുഷാരത്തോടാണ് സംസാരിച്ചത്. പക്ഷേ യേശു എന്തിനാണ് ആ പടകിൽ പോയത്? എന്തിനാണ് ഗെന്നസരത്ത് തടാകത്തിൻ്റെ തീരത്ത് താൻ പുരുഷാരത്തെ പഠിപ്പിച്ചത്? അതിൻ്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ടായിരുന്നു. അവിടെ ശീമോൻ പത്രോസ് എന്നൊരു വ്യക്തിയുണ്ട്. അവന് യേശുവിൻ്റെ ഉപദേശത്തിലൊന്നും വലിയ വിശ്വാസമില്ല. തൻ്റെ ഉപദേശം നടക്കുമ്പോൾ ഒരുപക്ഷെ പത്രോസ് വല നന്നാക്കുകയായിരുന്നിരിക്കാം. പക്ഷേ പത്രോസിന് യേശു ആരാണെന്നുള്ള കാര്യം മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് ഈ സംഭവം ദൈവം അനുവദിച്ചത്. ഈ മീൻകൂട്ടത്തെ കിട്ടിയപ്പോൾ പത്രോസ് പറയുന്ന ഒരു കാര്യം, ഞാൻ പാപിയായ മനുഷ്യൻ, എന്നെ വിട്ടു പോകണമേ. ഞാൻ പാപിയാണ് എന്ന് ആളുകൾ പറയുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെയാണ്. യെശയ്യാ പ്രവാചകൻ തനിക്ക് ദൈവത്തിൻ്റെ ദർശനമുണ്ടായപ്പോൾ താൻ തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞതാണ്, ഞാൻ അശുദ്ധനാണ്, വിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പ് നിൽക്കാൻ എനിക്ക് സാധിക്കില്ല. ആ പ്രതികരണമാണ് പത്രോസ് ഇവിടെ നടത്തിയത്. ഞാൻ പാപിയായ മനുഷ്യൻ, നീ അങ്ങനെയുള്ള ആളല്ല, എന്നെ വിട്ടുപോവുക. ഈ സംഭവം പത്രോസിനും യോഹന്നാനും യാക്കോബിനും കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെയും വലിയ സംഭ്രമം ഉണ്ടാകുവാൻ ഇടയായി. ഒരു ദിവസം മുഴുവൻ അധ്വാനിച്ചു, മീൻ കിട്ടിയില്ല. എന്നാൽ ഒറ്റ പ്രാവശ്യം വല വീശിയപ്പോൾ വല നിറച്ച് മീൻ കിട്ടി. ഇതിൽ നിന്നും എന്തൊക്കെ അനുമാനങ്ങൾ ആളുകൾക്ക് ഉണ്ടാകാമായിരുന്നു? പത്രോസ് പറഞ്ഞു, ഞാൻ പാപിയായ മനുഷ്യൻ, എന്നെ വിട്ടു പോകണമെന്ന്. പക്ഷേ പത്രോസിന് വേറൊരു നിലയിൽ ചിന്തിക്കാമായിരുന്നു. യേശു പറയുന്ന സ്ഥലത്ത് വല ഇറക്കിയാൽ വല നിറച്ച് മീൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ യേശുവിനെ എൻ്റെ കൂടെ പാർട്ട്ണറാക്കിയാലോ? മീൻ പിടിക്കാൻ പോകുമ്പോഴൊക്കെ യേശുവിനെ കൊണ്ടുപോയാൽ മതി. മീൻ എവിടെയാണ് ഉള്ളതെന്ന് അദ്ദേഹത്തിനറിയാം. അദ്ദേഹം കാണിച്ചതിനോട് വല വീശിയാൽ മീൻ ഉറപ്പ്. അപ്പോൾ യേശു എൻ്റെ കൂടെ വന്നാൽ നല്ല ബിസിനസ് നടക്കും. അങ്ങനെ വേണമെങ്കിൽ പത്രോസിനെ ചിന്തിക്കാമായിരുന്നു. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഇന്നുണ്ട്. അവർക്ക് യേശുവിൻ്റെ സഹായം വേണം. എന്തിനാണ്? അവരുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടാൻ, ഭൗതികമായ നന്മകൾ ധാരാളമായി ലഭിക്കാൻ അവർക്ക് യേശുവിൻ്റെ സഹായം ആവശ്യമാണ്. പക്ഷേ പത്രോസും കൂടെയുള്ളവരും അവരതല്ല ചെയ്തത്. അവർ പറഞ്ഞു, നീ ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ട ആളല്ല, നീ പരിശുദ്ധനായ ദൈവമാണെന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. കർത്താവിന് കാര്യം മനസ്സിലായി. താൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും എന്ന് പത്രോസിനോട് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. ഈ മീൻ എന്ത് ചെയ്തു എന്ന് പോലും അവിടെ എഴുതിയിട്ടില്ല. പെരിയ കൂട്ടം മീൻ കിട്ടി. അത് വിറ്റോ അത് ആർക്കെങ്കിലും കൊടുത്തോ അതിനെക്കുറിച്ച് ഒരക്ഷരം അവിടെ വായിക്കുന്നില്ല. കർത്താവ് ചെയ്ത ഈ അത്ഭുതത്തിൻ്റെ ഫലമായി ചില ആളുകൾ കർത്താവിനെ എല്ലാം വിട്ട് അനുഗമിക്കാൻ തയ്യാറായി. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ജീവിതം ഈ ലോകത്ത് കുറച്ചും കൂടെ സുഖപ്രദമാക്കുവാൻ വേണ്ടിയല്ല കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. തൻ്റെ പഠിപ്പിക്കലുകളുടെയോ തൻ്റെ അത്ഭുതങ്ങളുടെയോ ഉദ്ദേശം മനുഷ്യൻ്റെ ഈ ഭൂമിയിലെ ജീവിതം കുറച്ചുകൂടി സുഖകരമാക്കുക അതല്ല. മറിച്ച് തന്നെ അനുഗമിക്കാൻ ധൈര്യമുള്ള ചില ആളുകളെ തനിക്ക് ആവശ്യമുണ്ട്. മീൻകൂട്ടം കിട്ടിയെന്ന് പറഞ്ഞ് മീൻ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ അല്ല കർത്താവ് നോക്കുന്നത്. തൻ്റെ പിന്നാലെ വന്ന് മനുഷ്യരെ പിടിക്കുന്നവർ തനിക്ക് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയാൽ എത്രയോ അത്ഭുതങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്. പല അത്ഭുതങ്ങളും ഭൗതികമായ അനുഗ്രഹങ്ങളാണ്. നമ്മുടെ ബുദ്ധിമുട്ട് കാലത്ത് രോഗത്തിൻ്റെ സമയത്ത് സൗഖ്യം നൽകി, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് വിടുവിച്ചു, മക്കളുടെ പരീക്ഷയിൽ അവരുടെ ജോലിക്കാര്യത്തിൽ സഹായിച്ചു, വിവാഹ കാര്യത്തിൽ സഹായിച്ചു. ഇതൊക്കെ ദൈവം ചെയ്തത് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം നന്നായിരിക്കണം അതിനുവേണ്ടിയാണ് എന്നാണ് പലരും കരുതുന്നത്. തീർച്ചയായും നമ്മുടെ ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാം ദൈവം തരും, അതിന് സംശയമൊന്നുമില്ല. എന്നാൽ താൻ അത്ഭുതങ്ങൾ ചെയ്യുന്നത് നാം ഈ സകല കാര്യങ്ങളും വിട്ട് അവൻ്റെ പിന്നാലെ ചെല്ലണം. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ഒന്നാമത്തെ പ്രയോറിറ്റി നമ്മുടെ കർത്താവിനായിരിക്കണം. ഒന്നാം സ്ഥാനം കർത്താവിനായിരിക്കണം. പത്രോസ് അതാണ് ചെയ്തത്. ഇത്രയും മീൻ കിട്ടിയതല്ലേ, ഇനി അത് ഞാൻ വിറ്റിട്ട് വരാം, അല്ലെങ്കിൽ ഉണക്കി വെച്ചിട്ട് വരാം എന്നുപോലും പത്രോസ് ചിന്തിച്ചില്ല. ഈ അത്ഭുതത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായി, യേശുവാണ് ദൈവം. അവൻ്റെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യതയില്ല, എന്നെ വിട്ടു പോ എന്നാണ് പത്രോസ് പറഞ്ഞത്. പക്ഷേ യേശു പറഞ്ഞത് എന്താണ്? അങ്ങനെയല്ല, നീ എന്നെ അനുഗമിക്കണം, നിന്നെ ഞാൻ മാറ്റും, മനുഷ്യരെ പിടിക്കുന്നവനാക്കും. പത്രോസ് അത് കേട്ടു, അനുസരിച്ചു, സകലവും വിട്ട് പിൻചെന്നു. ഇന്ന് കർത്താവ് നമ്മോട് പറയുന്നത് അതാണ്.
പല അത്ഭുതങ്ങൾ, പല അതിശയങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു. പക്ഷേ അതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്നറിയാമോ? നീ സകലവും വിട്ട് എന്നെ അനുഗമിക്കുമോ? ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് അനേക അത്ഭുതങ്ങൾ ചെയ്തു. തൻ്റെ പഠിപ്പിക്കലുകളും തൻ്റെ അത്ഭുതങ്ങളും തെളിയിച്ച കാര്യം താൻ ദൈവപുത്രനാണ്. താൻ ദൈവപുത്രനായിരിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ തനിക്ക് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ആവശ്യമാണ്. ആ നിലയിൽ യേശുവിന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ.